ഇതൊക്കെ ഒരു ഹോട്ടൽ ടാസ്കിൽ ഉള്ള കാര്യങ്ങളാണോ? ലാലേട്ടൻ വരുമ്പോ ഇത് ചോദിക്കണം. ജിസേല് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സൂക്ഷ്മ നിരീക്ഷണം മറ്റ വസ്തു ഇല്ലേ, അതുപോലെ ബൈനോക്കുലറൊക്കെ വെച്ച് നമ്മൾ നോക്കണം. അനുമോളുടെ കൂടെ നിന്ന് കുതികാല് വെട്ടുമെന്ന് പറഞ്ഞ് കേട്ടില്ലേ? അതാണ് ഇപ്പോൾ അനുമോളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കുടുംബ പ്രേക്ഷകരും കുട്ടികളും ഇരുന്ന് കാണേണ്ടത്. എന്ന് വെച്ചാൽ ഗിസേലിന്റെ ഈ വടിവത്ത ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7. ആ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന പ്രധാന ചർച്ച എന്താണെന്ന് വെച്ചാൽ ഷാനവാസും നിവിനും തമ്മിലുള്ളതാണ്. ഇപ്പോൾ ഷാനവാസിന്റെ കൂടെ നിന്നിരുന്ന ആദില വരെ കാലുമാറി. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. റിയാസ് വന്നിട്ട് ആദിലെ നല്ലതുപോലെ ബ്രെയിൻ വാഷ് ചെയ്ത് റിയാസിന്റെ ഒരു അടിമയായിട്ട്, എന്ന് വെച്ചാൽ റിയാസിന്റെ അണ്ടറിലാക്കിയിട്ടുണ്ട്. റിയാസ് എങ്ങനെയായിരുന്നു അതിന്റെ ഡബിൾ ആയിട്ട് മാറുകയാണ് ആദില. 4th സീസണിൽ എങ്ങനെയായിരുന്നു റിയാസ്, അതിന്റെ 4 ഇരട്ടിയാണ് ഇപ്പോൾ ആദില. ആദില ചതിക്കും. അവിടെ റിയാസും പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ചതിക്കാനാണ്. ആരെയാണ് ചതിക്കേണ്ടത്? ഷാനവാസിനെയും അനുമോളെയും. അതാണ് മെയിൻ ടാർഗറ്റ്. ഈ പറയുന്ന ബിഗ് ബോസ് പലതവണ വരുന്നവരോടെല്ലാം പറയും, വെളിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അകത്ത് പറയാൻ പാടില്ല, ആരോടും പറയാൻ പാടില്ല എന്നുള്ളത്. റിയാസ് വന്ന് കൃത്യമായിട്ട് A to Z കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഈ ആദിലയുടെയും നൂറയുടെയും സംസാരം കേട്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും റിയാസ് അതുപോലെ വന്നിട്ട് ആദിലെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിവിന്റെ വിഷയത്തിൽ നിന്ന് ഇപ്പൊ ഷാനവാസ് ഒറ്റയ്ക്കായിട്ടുണ്ട്. ഷാനവാസ് ഒറ്റയ്ക്കായിക്കോട്ടെ, പക്ഷെ ഷാനവാസ് പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഷാനവാസ് പല പ്രാവശ്യം അത് ബിഗ് ബോസിനോടും പറഞ്ഞിട്ടുണ്ട്, അവിടെയുള്ള പലരോടും പറഞ്ഞിട്ടുണ്ട്, ജിസേലിനോട് വരെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കേട്ടിട്ടുമുണ്ട്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല, പുള്ളിയുടെ ഓരോ ചേഷ്ടകൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്യുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം വീട്ടിലുള്ളവരെല്ലാം ഷാനവാസിന് എതിരാണ്. വേറൊന്നും കൊണ്ടല്ല, റിയാസ് വന്നിട്ട് ഈ പാവാട വള്ളികളെ എല്ലാം റിയാസിന്റെ വള്ളിയാക്കി അങ്ങ് കൊണ്ടുപോയി. റിയാസ് പോയപ്പോൾ 4 സ്റ്റാർ കൊടുത്തിട്ട് ജിസേലിനാണ്. അപ്പോൾ അവിടെ അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾ വന്നിട്ട് ഇവിടെ കാണിച്ചത് പക്ഷാഭേദമാണെന്ന് അനീഷ് അവിടെ ചങ്കൂറ്റത്തോടെ എഴുന്നേറ്റ് പറയുന്നുണ്ട്. ഉടനെ തന്നെ അവൻ പറയുകയാണ്, ഞാൻ പക്ഷാഭേദം കാണിക്കാനാണ് വന്നത് എന്നുള്ളത്. അങ്ങനെ പക്ഷാഭേദം കാണിക്കുന്ന ആൾക്കാരെയൊക്കെ ആണോ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിടേണ്ടത്? എന്നിട്ട് കുറച്ച് ക്ലാസ് പോകാൻ നേരത്ത് നിങ്ങൾ അങ്ങനെ കളിക്കണം ഇങ്ങനെ കളിക്കണം എന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ്. ആ വെളിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അകത്ത് പോയി ആദിലേക്ക് ശരിക്കും നല്ല ക്ലാസ് എടുത്തിട്ടാണ് ഈ വന്ന് വാചം അടിക്കുന്നത് വെളിയിൽ. എന്തായാലും വെളിയിൽ കിടന്ന് ഇപ്പൊ എയറിൽ ആടുന്നത് റിയാസ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ റിയാസ് എന്ന് പറയുന്ന ആളെ ആൾക്കാർ ഇഷ്ടപ്പെടാത്തത് എന്നുള്ളത് റിയാസ് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഷാനവാസിന്റെ കയ്യിൽ നിന്ന് നല്ല ബിരിയാണി കിട്ടി വെളിയിലോട്ട് വന്നിട്ടുണ്ട്, എയറിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. സാധാരണ വരുന്ന സമയത്തൊക്കെ ഓരോ സ്റ്റോറിയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷെ ഇതൊന്നും കണ്ടില്ല, 2 ദിവസമായിട്ട് ഇപ്പൊ ഒന്നും കാണുന്നില്ല. എന്നുവെച്ചാൽ ഇതിന്റെ ആ ഷോക്കിൽ നിന്ന് മാറിയാലല്ലേ സ്റ്റോറി ഇടാൻ പറ്റൂ. എന്തായാലും പുലി പോലെ പോയവൻ എലി പോലെ വെളിയിൽ പോയി. വലിയ സംഭവമാണ്, ഗെയിം ചേഞ്ചർ ആണ് എന്നൊക്കെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. എന്ത് ഗെയിം ചേഞ്ചർ? ഇവൻ 4th സീസണിൽ ഒരാളെ ചതിച്ച് പുറത്താക്കുന്നതാണോ ഗെയിം ചേഞ്ചർ? അങ്ങനെയാണെങ്കിൽ അവിടെ ഉള്ളവർക്കെല്ലാം ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ചതിയൊക്കെ. ഇപ്പൊ ആദില ചെയ്തുകൊണ്ടിരിക്കുന്ന പോലുള്ള കൊടും ചതികൾ ചെയ്യാൻ പറ്റും. അനുമോളുടെ കൂടെ നിന്ന് കുതികാല് വെട്ടുമെന്ന് പറഞ്ഞു കേട്ടില്ലേ? അതാണ് ഇപ്പോൾ അനുമോളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നെവിന്റെ വിഷയം കത്തി നിൽക്കുമ്പോൾ ജിസേല് നെവിന് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ജിസേലിനെ ഒരു ദിവസം ഇതുപോലെ ഒരു ബാഡ് ടച്ച് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ നെവിൻ. ഞാൻ ആ വീഡിയോ ഇവിടെ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് ഫീൽ ആകുന്നത് എന്ന് എന്നോടൊന്ന് പറയുക, കമന്റ് ചെയ്യുക. ആ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അപ്പം ഇതൊരു അൺകംഫർട്ടബിൾ അല്ലേ ജിസേലെ? അപ്പൊ ജിസേലിന് ഇത് തോന്നി, ജിസേല് മാറിയിരുന്നു, നമ്മൾ എല്ലാവരും കണ്ടു അവിടെ എന്താണ് നടന്നതെന്നുള്ളത്. ആളൊന്ന് നോക്കിയതാ. എന്നിട്ട് അവൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? ഈ പറഞ്ഞ നെവിൻ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നത്. അവൻ കള്ളത്തരം ചെയ്യുമ്പോഴും ഇതുപോലൊക്കെ തന്നെയാണ്. നമ്മൾ കണ്ടാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് ആദ്യം മുതലേ കള്ളത്തരങ്ങൾ കാണിക്കുമ്പോഴും പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടി തന്നെയാണ്. എന്നിട്ട് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ സപ്പോർട്ട് നേടിയെടുക്കുക. അതിപ്പോ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഷാനവാസിന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇന്ന് പറയുന്നുണ്ടായിരുന്നു, മോഹൻലാൽ ലാലേട്ടൻ വന്ന് ചോദിച്ചാലും ഞാൻ സ്റ്റാൻഡ് ഉറച്ചു നിൽക്കും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്നുള്ളത്. ഇനി ബീബി അത് പറയിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോ അത് എങ്ങനെ ഒതുക്കി തീർക്കും എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം.
എന്തായാലും നെവിൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. എന്ന് വെച്ചാൽ ഷാനവാസ് ഇതൊക്കെ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസിനോട് പോയി പറഞ്ഞ കാര്യങ്ങളാണ്, നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് കണ്ട ഒരു വീഡിയോ, സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചത് അതൊരു AI വീഡിയോ ആണെന്നാണ്. ജിസേലിന്റെ ഒരു വീഡിയോ, ബാക്കിൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരു വീഡിയോ. സത്യത്തിൽ ആ ഇടയ്ക്കൊക്കെ ഒരു AI വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ആര്യനും ജിസേലും അതുപോലെ അനുമോളുടെ ഒക്കെ ഒരു AI വീഡിയോ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കിച്ചണിൽ നിൽക്കുന്നതും ഒക്കെ ആയിട്ട്. ഞാനിത് ആദ്യം കാണുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പൊ ഞാൻ AI എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇത് AI അല്ല, ഇത് ഒറിജിനൽ തന്നെയാണെന്ന്. ജിസേലിന്റെ ആ ഡ്രസ്സിങ് കണ്ടാൽ ആരായാലും മൂക്കത്ത് വിരൽ വെച്ച് പോകും. ഡ്രസ്സിങ് സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, അവനവൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഇടാം. പക്ഷെ കുറച്ചൊക്കെ മാന്യമായിട്ട് ഡ്രസ്സ് ഇടാം. ജിസേലിന് ഇത് പ്രശ്നമല്ല. ജിസേലിനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഇന്ത്യയിലൊക്കെ വളർന്നതാണ്. അത് അവിടെ എന്ത് കാണിക്കുന്ന പോലെ ഒക്കെ വന്ന് കേരളത്തിലെ ഒരു ഷോയിൽ വന്നിട്ട് കാണിക്കാൻ തുടങ്ങിയാല്, അതുപോലെ അവിടെ ഈ ജിസേലിന്റെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സൂക്ഷ്മ നിരീക്ഷണം മറ്റ വസ്തു ഇല്ലേ, അതുപോലെ ബൈനോക്കുലറൊക്കെ വെച്ച് നമ്മൾ നോക്കണം അതിനകത്ത് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒരു സ്കിൻ ടൈപ്പ് ഡ്രസ്സാണ് ഗിസേൽ ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഈ ആദ്യമേ ഇത് ഷാനവാസ് ഈ കാര്യം ബിഗ് ബോസിനെ തന്നെ ധരിപ്പിച്ചിരുന്നു. ആ സമയത്ത് ഷാനവാസിനെ അമ്മാവനാണ്, പുരോഗമന ചിന്താഗതി ഇല്ലാത്തവനാണ്, എന്തൊക്കെയായിരുന്നു. ഓരോരുത്തരും വീഡിയോ ഒക്കെ ചെയ്ത് തള്ളുമായിരുന്നു. മാക്സിമം എത്രമാത്രം നെഗറ്റീവ് ആക്കാമോ ആ കാര്യത്തിൽ അങ്ങനെ നെഗറ്റീവ് ആക്കുക. ബാക്കിയുള്ളവരെല്ലാം പുരോഗമനവാദികൾ. ആ ഗിസേൽ അവിടെ ഇരുന്ന ഡ്രസ്സുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ ഷോയിൽ വന്നതിൽ പിന്നെ ഇടുന്ന ഡ്രസ്സുകൾ 1-2 ഡ്രസ്സ് മാത്രമേ ഉള്ളൂ മാന്യമായിട്ട് ഇട്ടത്, ബാക്കിയെല്ലാം വൾഗർ ഡ്രസ്സ് തന്നെയാണ്. അന്ന് വൾഗർ എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടെ ഇരുന്ന് എല്ലാവർക്കും കണ്ണിനൊരു കുളിർമ. അപ്പോഴേ നമുക്ക് ഷാനവാസ് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം. ബിഗ് ബോസിനോട് ഇതിനു മുമ്പ് പോയി കംപ്ലൈന്റ് ചെയ്തിരുന്നു ഈ ഡ്രസ്സ് ഇടുന്നതിനെ പറ്റി. വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശം തന്നെയാണ്. പക്ഷേ നമ്മളെ കേരള സംസ്കാരത്തിൽ ഇതൊരു അരോചകമായിട്ട് തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. കേരളത്തിലൊരു സംസ്കാരമുണ്ട്, എന്താണെന്ന് പറഞ്ഞാലും ഇതൊക്കെ പറയും. കേരളത്തിലെ ആൾക്കാരുടെ സംസ്കാരത്തെ കുറിച്ചും അവരുടെ ഡ്രസ്സിംഗ് രീതിയെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോഴാണ് ഈ ഷാനവാസ് അമ്മാവനായി പോയത്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും ഷാനവാസ് പറഞ്ഞത് ശരിയാണ് എന്ന് സമ്മതിക്കുന്നുണ്ട്. ആ സമയത്ത് ഷാനവാസിനെ മാക്സിമം നെഗറ്റീവ് ആക്കാവുന്നിടത്തോളം നെഗറ്റീവ് ആക്കിയ ആൾക്കാരാണെന്ന് പ്രത്യേകം ഓർക്കണം. ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഷാനവാസ് പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നുള്ളത്. എന്താ വെച്ചാൽ ജിസേല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് സൂക്ഷ്മ നിരീക്ഷണ വസ്തുക്കൾ വല്ലതും വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സൂക്ഷ്മദർശിനി വരെയൊക്കെ നമുക്ക് നോക്കി കണ്ടുപിടിക്കേണ്ട ഒരവസ്ഥ. എന്തായാലും ആ വീഡിയോ കൂടെ ഞാൻ ഇവിടെ വെക്കാം, നോക്കിക്കോണം. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആദ്യം AI വീഡിയോ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഇത് AI ഒന്നുമല്ല, ഇത് ഗിസേലിന്റെ AI ആണ് എന്നുള്ളത്. ഗിസേലിനെ നാണിക്കേണ്ട ആവശ്യമില്ല അവിടെ, അതുപോലെ ആര്യനും നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെ നടന്ന് വളർന്നവരാണ്. അവിടെ ഇങ്ങനെയൊക്കെയാണ് ഡ്രസ്സിങ്, അത് നമുക്കറിയാം. ഡ്രസ്സിങ് രീതിയൊക്കെ അറിയാം. ആരും ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല. അവിടെ ഇതൊക്കെ റെഗുലറായി. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിലെ ഓഡിയൻസ് അത് സമ്മതിച്ചു തരത്തില്ല. അതിനി എത്ര പുരോഗമന ചിന്താഗതവാദങ്ങൾ പറയുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞാലും അവർ ഇത്ര ശതമാനമേ കാണൂ. പക്ഷെ മെജോറിറ്റി വരുന്ന ആൾക്കാർ ഒരിക്കലും ഇത് സമ്മതിക്കത്തില്ല. നാണവും മാനവും ഉള്ളവര്, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഈ ഡ്രസ്സിങ് കണ്ടിട്ട് നാണവും മാനവും ഉള്ളവര് ഗിസേലിന്റെ ഈ ഡ്രസ്സിങ്ങിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം വന്ന് ലാലേട്ടൻ പറയാറുണ്ട്. കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ്, കുട്ടികൾ കാണുന്നതാണ് എന്നൊക്കെ ഉള്ളത്. ഇതാണ് കുടുംബ പ്രേക്ഷകരും കുട്ടികളും ഇരുന്ന് കാണേണ്ടത്. എന്ന് വെച്ചാൽ ഗിസേലിന്റെ ഈ വടിവത്ത ബാക്ക്. അക്ബറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇതൊരു ഇഷ്യൂ ആയെന്നിരിക്കട്ടെ, ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടനോട് ചോദിക്കും. ലാലേട്ടൻ വന്ന് അക്ബറിനോട് ചോദിച്ചാൽ അക്ബർ പറയും എനിക്കൊന്നും തോന്നിയില്ല ലാലേട്ട, ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ലെന്നേ പറയത്തുള്ളൂ. ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അക്ബർ ശ്രദ്ധിക്കുന്നേ ഇല്ല കേട്ടോ. ഇങ്ങനെ ഒരാൾ വന്ന് ഇങ്ങനെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് മുന്നിൽ എന്ന് വെച്ചാൽ ആരാ നോക്കാത്തത്? അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നോക്കി പോകുന്നതാണ്. അല്ലാതെ ഇപ്പൊ ഞാൻ നോക്കത്തൊന്നുമില്ല, ഞാൻ പുണ്യാളനാ എന്നൊന്നും പറഞ്ഞ് നമുക്ക് ഒളിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. കറക്റ്റ് ആയിട്ട് നോക്കി പോകും. ഒരു വട്ടമാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കും. അതുമാതിരി ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വന്ന് മുന്നിൽ നിൽക്കുന്നത്. ഞാനത് കാണിക്കാൻ കാര്യം, ഇതൊരു ഇഷ്യൂ ആയെന്നിരിക്കട്ടെ, ഞാൻ ഉദാഹരണം പറയുകയാണ്. ഇഷ്യൂ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിന്റെ ഒരു സാഹചര്യം വെച്ച് പറയുകയാണ്. ഇഷ്യൂ ആയിട്ട് ലാലേട്ടൻ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ പറയുന്ന ഒരു വാക്കുകൾ ഞങ്ങൾ കണ്ടതേ ഇല്ലെന്ന് പറയും. ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല ലാലേട്ട, അങ്ങനത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിരുന്നു എന്ന് ചോദിക്കും. എന്നാൽ ഇവരൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടില്ല എന്ന് പറയും. പക്ഷെ അതിനെ ന്യായീകരിക്കാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് ചൊറിയുന്നത്. അതുപോലെ ആദില, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ആദില
റിയാസ് വന്നതിന് ശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിരിക്കുന്നത് ഈ ആദിലയാണ്. ഇപ്പം ഇന്നുകൊണ്ട് നൂറയും കൂടെ ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ റിയാസ് കുത്തിവെച്ച വിഷം കുറച്ചായിട്ട് നൂറയിലേക്കും കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഇപ്പം ആരുമായിട്ടും നമുക്ക് യാതൊരു അറ്റാച്ച്മെന്റും വേണ്ട. നമ്മൾ ഒരു എന്താ ആ കമ്മ്യൂണിറ്റി എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നമ്മൾ പെരുമാറണം എന്ന രീതിയിൽ തന്നെയാണ് ഈ പറയുന്നത്. എന്നുവെച്ചാൽ ആ റിയാസ് കുത്തിവെച്ച വിഷം, ആ വിഷത്തിന്റെ ഒരു വിഷം ചീറ്റിലാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇനിയുള്ള എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ആദില അവിടെ ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ വമ്പൻ പ്ലാനിങ് ആണ് ആദില നടത്തുന്നത്. അതുപോലെ ആ പൊട്ടൻ വന്ന് പറഞ്ഞു കൊടുത്തു ഇന്നതാണ് കാര്യങ്ങൾ. പൊട്ടൻ ശരിക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്താണേലും പൊട്ടനാണെങ്കിൽ അവിടെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ കമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ താൻ ഏത് ഗെയിമാണോ കളിച്ചത് അങ്ങനത്തെ ഗെയിം കളിക്കുക, കൂടെ നിന്ന് ചതിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ചതിക്കാൻ ചാൻസ് കൂടുതൽ ഷാനവാസിനെയും അനുമോളെയും അതുപോലെ തന്നെ ലക്ഷ്മിയെയും ആയിരിക്കും ടാർഗറ്റ്. പക്ഷെ അതൊന്നും ഇപ്പൊ റിവീൽ ആയിട്ടില്ല. പക്ഷെ നമുക്ക് ആദിലെ കണ്ടാൽ തന്നെ അറിയാം ആദിലയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം. ആദില ഇത്രയും നാൾ ഈ പ്രേക്ഷകരെ മൊത്തം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളൊക്കെ ഇത് ശ്രദ്ധിച്ചില്ല. കാരണം ശ്രദ്ധിച്ചു എപ്പോഴാന്ന് വെച്ചാൽ അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയപ്പോൾ ലാലേട്ടൻ വന്ന് ചോദിച്ച എപ്പിസോഡിൽ അതുവരെ അനുമോളുടെ കൂടെ നിന്ന ഈ ആദില പെട്ടെന്ന് വിധം മാറി ഷൗട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആദില പുറകെ നിന്ന് കുത്തി എന്നുള്ളത്. അപ്പോഴും അവിടെ മല പോലെ ഉറച്ചു നിന്നത് അനുമോള് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ റിയാസ് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നെവിന്റെ വിഷയം, നെവിനെ സേവ് ചെയ്യണം. അപ്പൊ നെവിനെ അനുകൂലമായിട്ട് നിൽക്കണം. അതിന് ഇപ്പൊ പോയി നെവിന്റെ കാലിൽ വീണിട്ടുണ്ട് ആദില. ഞാൻ ആ ഉദ്ദേശത്തിലൊന്നും അല്ല പറഞ്ഞത്. ഷാനവാസിന്റെ ഗെയിമിൽ ഞാൻ വീണുപോയതാണ് എന്നുള്ളത് അവനെ ധരിപ്പിക്കുന്നു. നമുക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ ആര്യൻ ഗിസേൽ വിഷയം അതിനെ സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന രീതിയിൽ നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ അനുമോള് പറഞ്ഞ വിഷയം അതിനെയും നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ റെനയുടെയും ഈ പറയുന്ന ആര്യന്റെയും വിഷയം ഇതൊക്കെ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു. അവിടെ ഈ ആര്യം വന്നിട്ട് എന്താ വെച്ചാൽ ഇതെല്ലാം ഈ പറയുന്ന അനുമോൾക്കും ഷാനവാസിനും അനീഷിനും ഒക്കെ എതിരെയുള്ള ഒരു ഗെയിമായിട്ട് തിരിച്ചു വിട്ടിട്ടുണ്ട്. കയ്യിലെടുക്കേണ്ടവരെല്ലാം കയ്യിലെടുത്ത് ബാക്കിയുള്ളവരെ വെച്ച് ഗെയിം കളിച്ച് അവരെയും ചതിക്കും. കൂടെ നിൽക്കുന്നവരെയും ആദില ഉറപ്പായിട്ട് ചതിക്കും. ഇങ്ങനെ പോവാണെങ്കിൽ ഇവരെല്ലാം കൂടെ കൂട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ആദില സമയമാകുമ്പോൾ ചതിക്കും. അതിന് പറയാൻ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അക്ബറുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ ഷാനവാസിനോട് പോവും, ഷാനവാസിനോട് വഴക്കുണ്ടാക്കുമ്പോൾ അക്ബറിനോട് പോവും. എന്തായാലും ഒരു ഇക്ക വേണം. ഇന്ന് അവിടെ ഒരാൾ പറയുന്നതും കേട്ടു, എന്തായാലും ഒരു ഇക്ക വേണം എന്നുള്ളത്. വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് 100% നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് ഈ പറയുന്ന ആദില. കൂടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അനുമോൾ വരുമ്പോൾ സംസാരിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, ഓരോ കാര്യങ്ങൾ പറയുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ആദില മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അനുമോളെ പുറകിൽ കുത്തണം എന്ന് തന്നെയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം ആദില അക്ബർ ആര്യൻ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഈ പറയുന്ന അനുമോളെ കൊണ്ട് ഒരു ആക്ട് ചെയ്യിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ വൃത്തികെട്ട ഒരു ആക്ട്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവിടെ വെച്ച് അത് അങ്ങനെ ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആദില പൊട്ടിച്ചിരിക്കുന്ന സന്തോഷം കൊണ്ട് പുളകിതമാകുന്ന ഒരു സീനുണ്ട്. എന്നുവെച്ചാൽ റിയാസ് വന്നപ്പോഴാണ് പിരിവെട്ടിയിരുന്ന ഈ പറയുന്ന ആദിലയ്ക്ക് വായി നാക്കുണ്ടോ എന്ന് നമുക്ക് മനസ്സിലായത്. ഞാൻ എന്തൊക്കെയോ നേടിക്കഴിഞ്ഞു, ഞാൻ എന്തോ സംഭവമായി പോയി എന്ന് വെച്ചാൽ റിയാസ് എന്ന് പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഒന്നും പേടിക്കാനില്ല, വെളിയിൽ നിങ്ങൾ ഭയങ്കര പോസിറ്റീവാണ്, നിങ്ങൾ എന്ത് കാണിച്ചാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇത്ര ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തിരിച്ചിറങ്ങുമ്പോഴല്ലേ റിയാസിന് അറിയൂ പറഞ്ഞും പോയി, ഇനിയിപ്പോ മാറ്റി പറയിപ്പിക്കാനും പറ്റാത്ത ഒരവസ്ഥ. അപ്പൊ അതിന്റെ ഒരു ഹൈപ്പിൽ നിന്നുകൊണ്ട് തനിക്ക് എന്തും ചെയ്യാൻ പറ്റും, തനിക്ക് എന്തും പറ്റുമെന്നുള്ള രീതിയിലാണ് ആദില അവിടെ ഈ പറയുന്ന ആക്ട് ഈ അനുമോളെ കൊണ്ട് ചെയ്യിച്ചത്. എന്തായാലും നമുക്ക് അതൊന്ന് കാണാം. എന്നെ കഴിപ്പിക്കാൻ എന്ത് സ്മെല്ലേ ഭയങ്കര ബോറാണ്. എന്ത് പരിപാടി ബാത്റൂമിൽ പോവാ മാനേജറിന് വയറിന് സുഖമില്ലാത്ത. എന്നിട്ട് ആദില പറയുക കർമ്മയാണെന്ന്. കർമ്മ എന്താണെന്നുള്ളത് ആദില ഇനി വെളിയിറങ്ങി വരുമ്പോൾ ആദിലയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണെന്നുള്ളത്. എന്തായാലും കൂടെ കൊണ്ടുവരുന്ന ആ നൂറയെ നെഗറ്റീവ് ആക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആദില ഇപ്പൊ പക്കാ നെഗറ്റീവ് ആയി കഴിഞ്ഞു. എന്നുവെച്ചാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാള്. നമ്മൾ പറഞ്ഞത് കട്ടപ്പ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ശൈത്യയായിരുന്നു. ഇത് ശൈത്യയേക്കാൾ മേലെയുള്ള കട്ടപ്പ ആദില. അപ്പൊ എന്തായാലും ശൈത്യ കഴിഞ്ഞപ്പോഴത്തേക്ക് ആദില ഒരു കട്ടപ്പയായിട്ട് മാറിയിട്ടുണ്ട്. വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി.
ഇവിടെ എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവർ ഈ ഗെയിമിൽ നിന്നൊക്കെ വിട്ട് പേഴ്സണലായിട്ട് വൈരാഗ്യം എടുത്ത് കളിക്കുന്നു. അതിൽ പേഴ്സണലായിട്ട് വൈരാഗ്യം എടുത്ത് കളിക്കാത്ത ചുരുക്കം ചില വേറെ ഉള്ളൂ. അനുമോള് കരയും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും, ട്രിഗർ ആകും എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. പക്ഷെ ഇതെല്ലാം ഒരു ഹോട്ടൽ ടാസ്കിൽ ഉള്ളതാണോ? എന്റെ ചോദ്യം അതാണ്. ഇതൊക്കെ ഒരു ഹോട്ടൽ ടാസ്കിൽ ഉള്ള കാര്യങ്ങളാണോ? ലാലേട്ടൻ വരുമ്പോൾ ഇത് ചോദിക്കണം. നിങ്ങൾ ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതാണോ ഹോട്ടൽ ടാസ്ക്? ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യിക്കാനുള്ളതാണോ? അതുപോലെ തന്നെ നിങ്ങൾ കളിച്ചതെല്ലാം ഹോട്ടൽ ടാസ്കിന്റെ രീതിയിലാണോ നിങ്ങൾ കളിച്ചത്? ഗസ്റ്റിനോട് നിങ്ങൾ പെരുമാറിയത് ഹോട്ടൽ ടാസ്ക് പോലെയാണോ? ഗസ്റ്റ് നിങ്ങളോട് പെരുമാറിയത് ഹോട്ടൽ ടാസ്ക് പോലെയാണോ? എന്ന് വെച്ചാൽ ബിഗ് ബോസ് തന്നെ പല പ്രാവശ്യം പറഞ്ഞു ഇത് ബിഗ് ബോസിന്റെ ഭയങ്കര ഒരു ടാസ്ക് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു ഹോട്ടൽ ടാസ്ക് ആണെന്ന്. എന്ന് വെച്ചാൽ ഇവരെല്ലാം ഹോട്ടൽ ടാസ്കിൽ നിന്നൊക്കെ വിട്ടുപോയി. എന്നുവെച്ചാൽ കുറച്ച് പവർ ബിഗ് ബോസ് കൊടുത്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് തന്നെയാണ് ഈ പവർ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരോ ജോലി വെച്ച് കൊടുത്തതും ഈ ആദിലേക്ക് ഈ പവർ കൊടുത്തതും എല്ലാം. പക്ഷെ ഇതെല്ലാം മിസ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ 4-5 പേർക്ക് മാത്രം ആ ഗെയിമിനെ മനസ്സിലാക്കി കളിച്ചു എന്നേ പറയാനുള്ളൂ. ആദില, ആര്യൻ, ഗിസേൽ എല്ലാം പക്ക ഫ്ലോപ്പ് ആയിരുന്നു. ഒരു സെക്യൂരിറ്റി ഒക്കെ പോയിട്ട് മൊലാലിയുടെ മുന്നിൽ ഇങ്ങനെ തോക്കം വെച്ചുകൊണ്ടിരിക്കുക. നടന്ന കാര്യങ്ങളാണല്ലോ, നമ്മളെല്ലാരും കണ്ടതാണല്ലോ. വരുന്ന ഗസ്റ്റിന്റെ പുറകില് സെക്യൂരിറ്റി ആയിട്ട് പോകേണ്ടത് ആരാണ്? സെക്യൂരിറ്റി ആയിട്ട് നിന്ന് ചെക്ക് ചെയ്യേണ്ടത്. എപ്പോഴും സെക്യൂരിറ്റി ആയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെ സെക്യൂരിറ്റി എന്ന റോൾ ചെയ്യുന്ന ഗിസേലാണെങ്കിൽ ഫുൾ ടൈം സെക്യൂരിറ്റി അക്ബർ ആയിരുന്നു. വരുന്ന ഗസ്റ്റിന് പുറകിൽ എപ്പോഴും ജനറൽ അസിസ്റ്റന്റ് മാനേജർ. ഏത് ഹോട്ടലിലാണ് അസിസ്റ്റന്റ് മാനേജർ ഇങ്ങനെ പോയി നിൽക്കുന്നത്? എല്ലാം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എനിക്ക് സ്റ്റാർ കിട്ടണം. സ്റ്റാർ കിട്ടിയിട്ട് ഇപ്പൊ എന്തോ ആയി? വല്ലതും നടന്നോ? എല്ലാവരും സ്റ്റാറിന് വേണ്ടി പണിയെടുത്തു. അവസാനം 7ന്റെ പണി തന്നെ ബിഗ് ബോസ് കൊടുത്തു. എന്തായാലും ഇതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഷാനവാസ് പറഞ്ഞ കാര്യങ്ങൾ ഷാനവാസ് ഉറച്ചു നിൽപ്പുണ്ട്. ഷാനവാസ് പറഞ്ഞ് ലാലേട്ടൻ വന്ന് ചോദിച്ചാലും ഞാനത് പറയും. എന്റെ കയ്യിൽ വേറെ ഒരു ബോംബോർഡ് ഉണ്ടെന്നാ പറയുന്നത്. അന്ന് ഞാൻ സംസാരിക്കും, ഞാൻ വെട്ടിത്തുറന്ന് സംസാരിക്കുമെന്നാണ് പറയുന്നത്. ചിലപ്പം ഷാനവാസിന് ഇഷ്ടമില്ലാത്തവരെ ഷാനവാസ് ചിലപ്പോൾ ഇറങ്ങി പോകാൻ വരെ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഷാനവാസിനെ അറിയത്തുള്ളൂ, ഷാനവാസിന് അനുഭവപ്പെട്ടത്. ഇവൻ അടുത്ത് വന്നിരുന്ന് ഈ ഓരോമാതിരി കോമാളിത്തരവും പോക്കർത്തരവും കാണിച്ചു കഴിയുമ്പോൾ അതിനൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടോ? ഏത് പ്ലാറ്റ്ഫോമിലായാലും എന്തുവാ? അതിനെ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ അനുമോളോട് ചെയ്ത ഈ പ്രവൃത്തി, ഹോട്ടൽ ടാസ്ക് എന്താണെന്ന് അറിയാതെയുള്ള ഈ പ്രവൃത്തി, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടണം. പക്ഷെ ഇതൊന്നും ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ടതൊന്നും ഈ സീസണിൽ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ചോദിച്ചത് കുറവാണ്. 1-2 പേരെ ടാർഗറ്റ് ചെയ്ത് മാത്രം കുറെ ക്വസ്റ്റ്യൻസും കുറെ പ്രൊമോയും ഇറക്കും. അത് വീക്കെൻഡിൽ വന്നിട്ട് അവരെ 4-5 ഷൗട്ട് ചെയ്യും. ബാക്കിയുള്ളവരെ തഴുകി തലോടി വിടുന്ന, എന്ത് തെറ്റ് ചെയ്താലും തഴുകി തലോടി വിടുന്നു. അത് തന്നെയാണ് ഇനിയും ഈ വീക്കെൻഡിൽ നടക്കാൻ പോകുന്നത്. അതുപോലെ ഗിസേലിന്റെ ഡ്രസ്സിങ്, എന്തായാലും എനിക്ക് ആ ഡ്രസ്സിങ്ങിനോട് എനിക്ക് യോജിക്കാൻ ഒരിക്കലും കഴിയില്ല. ഡ്രസ്സിങ് സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ പറഞ്ഞ വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇതെല്ലാം ശരിയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഇതൊക്കെ വസ്ത്ര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വീക്കെൻഡിലായിരുന്നു ഈ പറയുന്ന ഗിസേല് ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കേണ്ടിയിരുന്നത്. അപ്പോഴേ ലാലേട്ടനും അവിടെ വരുമ്പോൾ ഒന്ന് പറയാൻ തോന്നത്തുള്ളൂ, ഗിസേലെ ഇത് എന്തുവായി കാണിക്കുന്നതെന്ന്. എന്നുവെച്ചാൽ ലാലേട്ടൻ ഇതൊന്നും കാണത്തില്ല, അല്ലെങ്കിൽ ലാലേട്ടൻ ഇതൊന്നും കാണത്തില്ല. 72 ക്യാമറയും കാണത്തില്ല, ലാലേട്ടനും കാണത്തില്ല, അവിടുത്തെ ക്രൂ മെമ്പേഴ്സും കാണത്തില്ല, ആരും കാണത്തില്ല. എല്ലാം കേരളത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയും കേരളത്തിലെ ജനങ്ങളെ പുരോഗമന ചിന്താഗതിയിലേക്ക് അങ്ങോട്ട് കൈകടത്താൻ വേണ്ടി ബിഗ് ബോസ് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളാണ് എന്ന് ഓർക്കുമ്പോൾ മാത്രം നമുക്കൊരു ചാരുദാർഢ്യമുണ്ട് ഈ കാര്യത്തിൽ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.